കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം തൃപ്തികരമല്ല. തൃശൂരിലെ വിജയം പൂരം കലക്കി കൃത്രിമമാക്കി ഉണ്ടാക്കിയതാണോ എന്ന് പരിശോധിക്കണമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.എൽ.എ. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ അടുത്ത സമയത്തായി ഉയർന്നു വന്നിട്ടുള്ള കോളിളക്കം സൃഷ്ടിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി കൊണ്ട് വിശദീകരണം ഒട്ടും തന്നെ ആയിട്ടില്ല. നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഈ പൂരം കലക്കിയോ ആ ക്വസ്റ്റ്യൻ ചെറിയ ഒന്നല്ല. തൃശ്ശൂരിൽ BJPക്ക് അതും ഒരു പാർലമെൻറ്റ് സീറ്റിൽ ഉണ്ടായ ജയം അത് ഒരുമാതിരി കുളം കലക്കി മീൻ പിടിച്ചതാണോ? അതൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അത് പ്ലാൻ ചെയ്ത് പൂരം പോലെ വൈകാരികമായ ഒരു വിഷയം എടുത്ത് പ്ലാൻ ചെയ്ത് പൂരം കലക്കി അവിടെ ജയിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അത് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടായാലും ശരി, ഇനി അതല്ല പോലീസ് ഓഫീസർമാർ അവരിപ്പോൾ നിരന്തരം അറസ്റ്റുകാരെ കാണുന്നു, അവർക്ക് അങ്ങനെ ഒരു നിലപാടുമൊക്കെ ഉണ്ട്. എങ്ങനെ ആയാലും ശരി, സർക്കാരിനാണല്ലോ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം. രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യേണ്ട വലിയ വിഷയമാണിത്. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ വരെ അത് പറയുന്നുണ്ട്. ഇതിലൊന്നും വ്യക്തമായൊരു വിശദീകരണവും മുഖ്യമന്ത്രിക്ക് നൽകാനായിട്ടില്ല. താനൂരിൽ താമിർ ജിഫ്രി പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടതുപോലെ തന്നെ പോലീസിന്റെ കാര്യം മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭരണകക്ഷി MLA പറയുന്നതിന് മുൻപ് തന്നെ ലീഗ് പറഞ്ഞിട്ടുണ്ട്, പോലീസിനെ വെള്ളപൂശിയിട്ട് കാര്യമില്ല, കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം. മുസ്ലിം ലീഗും UDF-ഉം ഇതിനെതിരെ പ്രക്ഷോഭം തുടരും. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മെമ്മോറാണ്ടത്തിലും മുഖ്യമന്ത്രിക്ക് വ്യക്തമായ വിശദീകരണം നൽകാനായിട്ടില്ല. സംശയത്തിന് ഇട നൽകുന്ന ഡോക്യുമെന്റ് പുറത്തുവരാൻ പാടില്ലാത്തതായിരുന്നു. പോലീസ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. അസാധാരണമായ ആരോപണമാണ് പോലീസിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. ആരോപണങ്ങളിൽ സത്യസന്ധമായ അന്വേഷണമാണ് വേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, pride of generations, India, Oman, Bahrain.